ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MG ടൈം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഈ ഒരു രുചികരമായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ഞാനിവിടെ മീഡിയം വലുപ്പമുള്ള 4 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വഴുതനങ്ങയും എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് വട്ടത്തിലൊന്ന് ഇതേപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് തിന്നായിട്ട് അരിയല്ല്, ചെറിയൊരു കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു കനത്തിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. വളരെ കട്ടി കുറച്ചാണ് വഴുതനങ്ങ അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത ഓരോ വഴുതനങ്ങയുടെ പീസിലും ഇതേപോലെ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് ആഴത്തിൽ വരഞ്ഞു കൊടുക്കരുത്, വളരെ ചെറുതായിട്ട് മാത്രമേ വരഞ്ഞു കൊടുക്കാവുള്ളൂ. വഴുതനങ്ങയുടെ 2 സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതേപോലെ വഴുതനങ്ങയുടെ എല്ലാ പീസിലും വരഞ്ഞു കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ വേണം മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഈ മസാല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസിലേക്കും ഇതേപോലെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. 2 സൈഡിലും നന്നായിട്ടൊന്ന് മസാല ഒന്ന് പുരട്ടി കൊടുക്കണം. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുരട്ടി കൊടുക്കാം. വളരെ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ, അതല്ല നല്ലതുപോലെ വേണമെങ്കിൽ അങ്ങനെയും പുരട്ടി കൊടുക്കാം. ഏറ്റവും കുറഞ്ഞത് മീഡിയം രീതിയിലെങ്കിലും മസാല ഒന്ന് പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം ഇതേപോലെ എല്ലാ പീസിലും ഒന്ന് മസാല പുരട്ടി എടുത്തിട്ട് വരാം. ഇപ്പം എല്ലാ പീസിലും നന്നായിട്ട് മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മസാലയൊക്കെ പുരട്ടി കൊടുത്ത ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇങ്ങനെ വെക്കുവാണെങ്കിൽ ആ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുക്കുവാണെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ക്രിസ്പി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഇടുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞുമില്ലേ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വഴുതനങ്ങ ഫ്രൈ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറിനൊപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.